സ്റ്റാർട്ട് ചെയ്തു. 7:30 കേട്ടോ, 7:20 സംതിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 7:45 നമ്മളെ ബെർഗാമ എയർപോർട്ടിൽ തന്നെയാണ്. അതായത് ബെർഗാമ എയർപോർട്ടിന്റെ അടുത്തുള്ള എയർപോർട്ട് കാർ പാർക്കിങ്ങിന്റെ അവിടെ കാർ ഇട്ടിട്ട് വേണം നമുക്ക് പോവാൻ. ജസ്റ്റ് 5 മിനിറ്റേ ഉള്ളൂ അവിടെ നിന്ന്. മീൻസ് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നതിന്റെ അവിടെ നിന്ന് 5 മിനിറ്റ് എയർപോർട്ടിലേക്ക് ഉണ്ട്. അവര് നമ്മളതിനെ 5 മിനിറ്റ് ആക്കി തരും കേട്ടോ. കറക്റ്റ് നല്ല സർവീസ് ആണ് കേട്ടോ. നമ്മൾ മുന്നേ പോയ ട്രിപ്പിൽ നമ്മൾ കാർ അവിടെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താ പ്രോപ്പറായിട്ട് നമ്മളാക്കി തന്നു അവര്. നമ്മൾ തിരിച്ചെത്തിയ വഴിക്കണം അവരവിടെ ഉണ്ടായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ. കറക്റ്റായിരുന്നു അവരുടെ ഒരു ഇത് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം അവിടെ തന്നെയാണ് കാർ ഇടുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷം നമ്മുടെ ആരോണി ഇന്നും നല്ല സ്മാർട്ടായിട്ട് തന്നെ നീച്ചു ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. കുട്ടികളുള്ളവർക്ക് അറിയാം നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് പിള്ളേരായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അവർ ഓക്കെ ആണോ എന്നായിരിക്കും. പിന്നെ അവന് പാസ്റ്റൊക്കെ ഉണ്ടാക്കി ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം അവന് കൊടുക്കുകയും ചെയ്തു. അവന് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കൊടുത്തു. അവന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന് കുറച്ച് കൊടുത്ത് ബാക്കി ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പാർട്ട്മെന്റ് ആണ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവന് എന്തെങ്കിലും അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ വീട്ടില്, അതായത് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഹോട്ടലിലാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. മുന്നത്തെ ട്രിപ്പിൽ നമ്മൾ ഹോട്ടലിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ കുക്ക് ചെയ്യാൻ പറ്റില്ല. അവന് ഇഷ്ടപ്പെട്ടത് എന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്രാവശ്യം അതും കംഫർട്ടായിട്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ പോകുന്നത് എവിടേക്കാന്ന് ഞാൻ പറഞ്ഞു, ഓസ്ട്രിയയിലെ വിയറ്റ്നാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓസ്ട്രിയയുടെ സെന്റർ ആണ് കേട്ടോ വിയറ്റ്നാം. നമ്മൾ മുന്നേ ലിച്ചസ്റ്റൻ പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോയിട്ടായിരുന്നു കൺട്രിക്ക്. അപ്പൊ നമ്മൾ ഓസ്ട്രിയ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓസ്ട്രിയയിലായിരുന്നു നമ്മുടെ സ്റ്റേ ഉണ്ടായിരുന്നത്. ഓസ്ട്രിയയിലൊരു സ്ഥലം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രോപ്പറായിട്ട് ഓസ്ട്രിയക്കാണെന്ന് പറഞ്ഞിട്ട് പോവാണ്. ചെറിയ ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വർക്കിംഗ് ഡേ ആണ്. ഓഫീസിൽ പോകുന്ന ആൾക്കാര് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും. അപ്പൊ എന്തായാലും നമ്മള് ഇനി എയർപോർട്ടിൽ പോട്ടെ. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫ്ലൈറ്റിൽ കയറിയ പാടെ പാക്ക് ചെയ്തെടുത്ത പാസ്ത മുഴുവനും ആരോൺ കാലിയാക്കിട്ടോ. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിത്രമൊക്കെ വരച്ചിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേനും 1.5 മണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞില്ല. ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വിയന്നയിൽ നമ്മൾ ലാൻഡ് ചെയ്തു. ഒരുപാട് ഫേമസ് ക്ലാസിക്കൽ മ്യൂസിഷ്യൻസ് താമസിക്കും വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് സിറ്റി ഓഫ് മ്യൂസിക് എന്ന പേരിലും വിയന്ന അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ലഗേജ് എടുത്ത് വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 ബോർഡ് കാണാം. ഒന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള ബോർഡും ഒന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്കുള്ള ബോർഡും. ഈ ട്രെയിനിൻ്റെ കാര്യത്തിൽ അവർ നമുക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് എക്സ്പ്രസ് ട്രെയിനും ഒന്ന് നോർമൽ ട്രെയിനും. ഇതിൻ്റെ ഡിഫറൻസ്, പ്രൈസിൻ്റെ ഡിഫറൻസ് ഞാൻ ഫസ്റ്റ് പറയാം. നോർമൽ ട്രെയിനിൽ 2 ആൾക്ക് 7 യൂറോ ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ട്രെയിനിൽ ഒരാൾക്ക് 16 യൂറോ ആണ്. ഒരു 16 മിനിറ്റോട് നമ്മളെ സെൻറ്ററിലേക്ക് എത്തിക്കും. എന്താണെങ്കിലും 2 പേർക്ക് 32 യൂറോ ആയതുകൊണ്ട് ഞങ്ങൾ നോർമൽ ട്രെയിൻ അടുത്ത് 23 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റോപ്പിൽ എത്തും ചെയ്യും. നമ്മൾ താമസിക്കാൻ പോകുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളൊരു കോഫി ഷോപ്പിൽ കയറി. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു കോഫി ഷോപ്പാണ് കേട്ടോ. അത് വിയന്നയിൽ ഒരുപാട് ചെയിൻസ് ഉണ്ട് ഇവരുടെ. വിയന്നയിൽ സ്ട്രോക്ക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. എന്തായാലും അവിടെ അന്നത്തെ സ്പെഷ്യൽ ഉണ്ടായിരുന്ന 2 ഐറ്റംസ് ആയിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഞാൻ സെലക്ട് ചെയ്തത് ഹാം ആൻഡ് എഗ്സും, ഇതായിട്ടും സെലക്ട് ചെയ്തത് സ്ക്രാമ്പിൾഡ് എഗ്സും ബേക്കണും ആയിരുന്നു കേട്ടോ. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇത്ര ഹെവിയാണെന്ന് വിചാരിച്ചിട്ടല്ല സെലക്ട് ചെയ്തത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഷേക്ക് കുടിക്കാൻ തോന്നി, അങ്ങനെ സെലക്ട് ചെയ്തതായിരുന്നു. ചോക്ലേറ്റ് ഷേക്കും ഇതായിട്ടും കാരമൽ ആത്തിയായിരുന്നു കേട്ടോ. ഈ സംഭവം സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് ബേക്കൺ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ ഹാം ആൻഡ് എഗ്സ് നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെയൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ജ്യൂസി ടെക്സ്ചറൊക്കെ ആയിരുന്നു. എഗ് യോക്കൊക്കെ കൂടിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ഇതോടൊന്നും എൻ്റെ തന്നെ ആയിരുന്നു ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അവർ അതിൻ്റെ കൂടെ ഒരു ബണ്ണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബണ്ണ് ലാസ്റ്റ് അതിലിങ്ങനെ മുക്കിയെടുത്ത് കഴിക്കാൻ ഭയങ്കര യമ്മി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് എനർജി കയറ്റി നമ്മൾ വിയന്ന എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ട്രെയിൻ എടുത്ത് വിയന്ന സെൻറ്ററിലെത്തി. വിൻ്ററൊക്കെ കഴിഞ്ഞ് സമ്മർ ആയതിൻ്റെ സന്തോഷമാണോ എന്നറിയില്ല. നല്ലൊരു പ്രത്യേക വൈബായിരുന്നു ഫീൽ ചെയ്തത്. വെതർ നോക്കിയപ്പോൾ ക്ലൗഡി ക്ലൈമറ്റാണ് കാണിച്ചതെങ്കിലും നമ്മുടെ ഭാഗ്യം കൊണ്ട് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് 13 മിനിറ്റാണ് സെൻറ്ററിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബെൽവെദർ പാലസ് ആണ്. പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല.
ഞാൻ ഫസ്റ്റ് വായിച്ചത് ബെൽവെദേറെ എന്നൊക്കെ ആയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ബെൽവെദേറിനാ തോന്നുന്നു, അറിയില്ല. എന്താണെങ്കിലും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എനിക്കിപ്പോൾ മനസ്സിലായത് ഇവിടെ ഈ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഒക്കെ ഏകദേശം വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് എല്ലാം കിടക്കുന്നത്. എല്ലാതും അല്ല, ബട്ട് കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അടുത്തടുത്തായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെൻറ്ററിന് ഫസ്റ്റ് പോകുന്നത് ഇങ്ങോട്ടാണ്. സോ നമ്മൾ ബെൽവെദേർ പാലസിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പർ പാലസും ഉണ്ട്, ലോവർ പാലസും ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പർ പാലസിൻ്റെ പോർഷനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോവർ പാലസിൻ്റെ പോർഷനിലേക്ക് എത്താൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. നല്ല വലിയ ഗാർഡനും അവിടെ ഒരു ചെറിയ പോണ്ടൊക്കെ ആയിട്ട് അവർ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗാർഡൻ ഏരിയയ്ക്കൊന്നും ഇറങ്ങാൻ നിൽക്കാനോ ഫോട്ടോ എടുക്കാനോ പാടില്ല എന്ന് അവരവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഫുൾ മ്യൂസിയം എല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്ക് അവിടെ പുറമേക്ക് വന്നിട്ട് വിശ്രമിക്കാം. ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ. സോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ വിയന്ന പാസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് കയറി പോകാൻ പറ്റും. ഈ കാണുന്നത് നമ്മുടെ അപ്പർ പാലസിൻ്റെ മറ്റൊരു വശമാണ് കേട്ടോ. ഈ ഒരു പോർഷനിൽ എന്തൊക്കെയോ വർക്ക് നടക്കുമായിരുന്നു. എന്താണെങ്കിലും ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോവർ പാലസ് കാണാൻ പറ്റും. അപ്പർ പാലസിൻ്റെ മറ്റേ വശം ഈ വശം നോക്കുമ്പോൾ ഈ ഒരു സൈഡ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ടൈപ്പിലുള്ള ഒരു ഫൗണ്ടെയിൻ. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു അനക്കമുള്ളതുകൊണ്ട് കുറച്ചും കൂടി ലൈവ്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ദെൻ ലോവർ പാലസ് നോക്കുന്ന സമയത്ത് അപ്പർ പാലസിനെക്കാട്ടിലും കുറച്ചും കൂടി ചെറുതാണ്. ഇതിനകത്ത് മ്യൂസിയമാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സെൻറ്റ് ചാൾസ് ചർച്ചിലോട്ടാണ്. ഇവിടുന്ന് 17 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണുള്ളത്. പോകുന്ന വഴിക്ക് നമ്മളൊരു ഫൗണ്ടെയിൻ കണ്ടു, റെയിൻബോ ഫൗണ്ടെയിൻ. ആൻഡ് ഇതാണ് സെൻറ്റ് ചാൾസ് ചർച്ച്. ഇതിൻ്റെ രണ്ടിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിലിടാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.